സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ചലനം, എത്ര തരത്തിലുള്ള ചലനങ്ങളുണ്ട്, അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ചലന നിയമം എന്താണ്, അത് എത്ര തരത്തിലുള്ള നിയമങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ എന്താണ് ചലനം? ചലനം എന്ന് പറഞ്ഞാല് ഒരു വസ്തു അതിനുണ്ടാവുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയാ, ചലനം എന്ന് പറയാം. അപ്പൊ ചലനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ചലനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ചലനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡൈനാമിക്സ് എന്ന്. ഡൈനാമിക്സ് എന്ന് പറയുന്നതാണ് എന്ത്? ചലനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡൈനാമിക്സ് എന്നാണ്. അപ്പൊ ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചലനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഡൈനാമിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. എന്ന് വെച്ചാല് ഒരു വസ്തുവിന്റെ ചലനം മറ്റൊരു വസ്തുവിന്റെ ചലനവുമായി താരതമ്യം ചെയ്ത് മാത്രമേ നമുക്ക് ചലനത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു വസ്തുവിന്റെ ചലനം വേറൊരു വസ്തുവിന്റെ ചലനത്തെക്കാൾ അങ്ങനെ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്ത് മാത്രമേ ചലനത്തെ കുറിച്ച് എപ്പോഴും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചലനം എന്താണ്? എപ്പോഴും ആപേക്ഷികമാണ് എന്നാണ് പറയുന്നത്. ചലനം എപ്പോഴും ആപേക്ഷികമാണ്. ഇനി ഈ ചലനങ്ങൾ ഒരുപാട് തരത്തിലുള്ളതുണ്ട്, ഒരുപാട് തരം ചലനങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നും അവയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം. ഇത്രയും തരത്തിലുള്ള ചലനങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേത് വർത്തുള ചലനം. വർത്തുള ചലനം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ വൃത്തപാതയിലൂടെയുള്ള ചലനം. ഒരു വസ്തുവിന്റെ വൃത്തപാതയിലൂടെ, വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെയുള്ള ചലനമാണ് എന്ത് പറയുന്നത്? വർത്തുള ചലനം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കല്ല് നൂലിൽ കെട്ടിയിട്ട്, ചരടിൽ കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കറക്കുവാണ്. കറക്കുമ്പോൾ ആ കല്ല് എന്താണ്, ഏത് രീതിയിലാണ് കറങ്ങുന്നത്? വൃത്താകൃതിയിലാണ് കറങ്ങുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, വർത്തുള ചലനത്തിന് എക്സാമ്പിൾ ആണ് എന്താ? ചരടിൽ കെട്ടിയിട്ട് നമ്മൾ കറക്കുന്ന ഒരു കല്ല് എന്തിന് എക്സാമ്പിൾ ആണ്? വർത്തുള ചലനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ വർത്തുള ചലനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വർത്തുള ചലനം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ചരടിൽ കെട്ടിയിട്ട് നമ്മൾ കറക്കുന്ന ഒരു കല്ല് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദോലനം. എന്താണ് ദോലനം എന്ന് വെച്ചാല്, ഒരു പോയിന്റിൽ നിന്നും ഒരു വസ്തു ഇങ്ങോട്ട് ചലിച്ചു. ഇപ്പൊ ഇതാണ് ഒരു പോയിന്റ് എന്ന് വെക്കാം. ഈ വസ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചലിച്ചു, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ചലിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. എങ്ങനെയാണ്? ഒരു ഊഞ്ഞാല് നമ്മൾ ആടുമ്പോ എങ്ങനെയാണ്? ഇങ്ങോട്ടും ആടും, അവിടെ നിന്ന് തിരിച്ച് ബാക്കിലോട്ടും വരും. അപ്പൊ രണ്ട് ഡയറക്ഷനിലും ഇങ്ങനെ ആടും. അതുപോലെ തന്നെ ഒരു ക്ലോക്കിന്റെ പെൻഡുലം ഇങ്ങനെ സെന്ററിലാണ് ഉണ്ടാവുക. പെൻഡുലം ഇങ്ങനെ സെന്ററിൽ ഉണ്ടാവും. അത് അങ്ങോട്ടും പോകും, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഡയറക്ഷനിലോട്ടും ഇങ്ങോട്ടും വരും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്നും അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും, അങ്ങനെ രണ്ട് ദിശയിലോട്ടും എന്താണ് ചലിക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ദോലന ചലനത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഊഞ്ഞാലാടുന്നതും അതുപോലെ തന്നെ ക്ലോക്കിന്റെ പെൻഡുലവും. അപ്പൊ അത് രണ്ട് എക്സാമ്പിളുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള ചലനമാണെന്ന് എപ്പോഴും PSCക്ക് ഒരുപാട് തവണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള ചലനമാണ് എന്നാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഊഞ്ഞാലും ക്ലോക്കിന്റെ പെൻഡുലവും വരുന്നത് ഏത് ചലനമാണ്? ദോലനമാണ്. ഇനി അടുത്തത് നേർരേഖാ ചലനം. നേർരേഖാ ചലനം എന്ന് പറയുമ്പോ ഒരു മാമ്പഴം മരത്തുനിന്ന് ഞെട്ടറ്റ് വീഴുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് വീഴുന്നത്? ഡയറക്റ്റ്ലി താഴോട്ട് ഒരു നേർരേഖാ രൂപത്തിലാണ് വീഴുന്നത്. മാങ്ങ ഇങ്ങനെ താഴോട്ട് ഡയറക്റ്റ് ആയിട്ട് നേർരേഖാ രീതിയിലാണ് വീഴുന്നത്. അതിനെയാണ് നമ്മൾ നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഒരു മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്. അപ്പൊ അത് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വക്രരേഖാ ചലനം. വക്രം എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് വളഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോ ഒരു കല്ല് ഇവിടെ നിന്ന് അങ്ങോട്ട് ത്രോ ചെയ്യാണ്, എറിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് പോയി വീഴുക? ഇങ്ങനെ എറിയുമ്പോ അതങ്ങനെ അങ്ങോട്ട് തെറിച്ച് വീഴുമ്പോ അതിനെയാണ് എന്ത് നമ്മൾ പറയാ? വക്രരേഖാ ചലനം എന്ന് പറയാം. ഒരു കല്ല് നമ്മൾ എറിയുമ്പോ അതിങ്ങനെ പോയി ചെരിഞ്ഞു വീഴുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വക്രരേഖ ചലനം എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? ഭ്രമണ ചലനം. അതായത് ഭ്രമണ ചലനം എന്ന് പറയുന്നത്
ഒരു വസ്തു അത് കറങ്ങുമ്പോ അതിന്റെ അക്ഷം വസ്തുവിൽ തന്നെയാണ്, വസ്തുവിന്റെ ഉള്ളിലാണ് അതിന്റെ അക്ഷമെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, ഭ്രമണചലനം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പമ്പരം കറങ്ങുമ്പോൾ ആ വസ്തുവിൽ തന്നെയാണ് അതിന്റെ പോയിന്റ് വരുന്നത്, വസ്തുവിൽ തന്നെയാണ് അതിന്റെ അക്ഷം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഭ്രമണ ചലനം എന്ന് പറയാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്, പമ്പരം കറങ്ങുന്നതാണ് അതിന് എക്സാമ്പിൾ. ഇനി അടുത്തത് പരിക്രമണ ചലനം. നേരത്തെ ഭ്രമണ ചലനം നമ്മൾ പറഞ്ഞു, വസ്തുവിനുള്ളിൽ തന്നെയാണ് അക്ഷമെങ്കിൽ അതിനെയാണ് ഭ്രമണ ചലനം എന്ന് പറയാന്ന് പറഞ്ഞു. പരിക്രമണ ചലനം എന്ന് പറഞ്ഞാല് വസ്തുവിന് പുറത്താണ് അക്ഷം എന്ന് പറയുന്നത് വസ്തുവിന് പുറത്താണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, പരിക്രമണ ചലനം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാനിന്റെ ദളങ്ങൾ ഫാൻ കറങ്ങുമ്പോൾ അതിന്റെ ദളങ്ങൾ കറങ്ങുന്നത്, അതിന് എക്സാമ്പിൾ ആണ് എന്ത്, പരിക്രമണ ചലനത്തിന് എക്സാമ്പിൾ ആണ് ഫാന് കറങ്ങുന്നത്, ഫാനിന്റെ ദളങ്ങൾ കറങ്ങുന്നത്. അപ്പൊ ഭ്രമണ ചലനം എന്ന് പറഞ്ഞാല് വസ്തുവിന് ഉള്ളിൽ തന്നെയാണ് അക്ഷമെങ്കിൽ ഭ്രമണ ചലനവും, വസ്തുവിന് പുറത്താണ് അക്ഷമെങ്കിൽ അത് പരിക്രമണ ചലനവും. അപ്പോ നമ്മൾ ഏതൊക്കെ ചലനങ്ങളാണ് ഉള്ളത് അവയുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് ജഡത്വം. എന്താണ് ജഡത്വം? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ പാതയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരാനുള്ള പ്രവണത. അതായത് ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ടുണ്ട്, അത് അതിന് സ്ഥാനമാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ്, പുറത്തുനിന്നൊരു ബലം കൊടുക്കണം. അപ്പൊ പുറത്തുനിന്നൊരു ബലം കൊടുക്കുന്നത് വരെ ആ വസ്തു എന്താണ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ബോൾ അത് അങ്ങോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നൊരു ബലം കൊടുക്കണം. അപ്പൊ അതുവരെ അത് എന്ത് ചെയ്യും, അവിടെ തന്നെ സ്ഥിരാവസ്ഥയിൽ നിൽക്കും. ഇനിയിപ്പോ ഈ ബോൾ നമ്മൾ തട്ടിവിട്ടാല് അത് കുറച്ചു ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ അവിടെ നിന്ന് ആ പോയിക്കൊണ്ടിരിക്കുന്നത് നേർരേഖയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി അവിടെ നിന്ന് അതിനൊരു സ്ഥാനമാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം, അത് വേറെ ഏതെങ്കിലും ഒരു വസ്തുവിൽ വന്ന് തട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതിന്റെ ഡയറക്ഷൻ തിരിച്ചുവിടണം. അപ്പോ അതിനെയാണ് എന്ത് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു പുറത്തുനിന്നൊരു ബലം കൊടുക്കാതെ ഒരു വസ്തുവിന് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അതിന്റെ സ്ഥിരാവസ്ഥയിൽ തന്നെ, നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അത് ഇതിന്റെ നേർരേഖ പാതയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും, നമ്മളൊരു പുറത്തുനിന്ന് ഒരു ബലം കൊടുക്കുന്നത് വരെ. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ചലിക്കാൻ കഴിയാത്ത അതിനെയാണ്, നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ തുടരുന്ന ആ പ്രവണതയാണ് എന്ത് പറയാ, ജഡത്വം എന്ന്. ഇനി ഈ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ഗലീലിയോ ആണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ഗലീലിയോ ആണ്. ഇനി ഈ ജഡത്വത്തിന് ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാന് സ്വിച്ച് ഓഫ് ചെയ്താല് പിന്നെയും ആ ഫാന് കറങ്ങാനുള്ള കുറച്ചു നേരം കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് എന്ത് പറയാ, അതിനൊരു എക്സാമ്പിൾ ആണ്, ജഡത്വത്തിന് എക്സാമ്പിൾ ആണ് അത്. അതായത് ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് സ്വിച്ച് ഓഫ് ആക്കിയാലും അത് കുറച്ചു നേരം കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും, അത് ജഡത്വത്തിന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ യാത്രക്കാരൻ എന്ത് ചെയ്യും, ഒന്ന് പുറകോട്ട് വലിയുന്നത് എന്താണ്, അതും ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ അത്ര നേരം അനങ്ങാതെ ഇരിക്കുകയാണ്, അപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ അനങ്ങാതെ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ പുറകിലോട്ട് ഒന്ന് ചായാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ദൂരം, സ്ഥാനാന്തരം, വേഗത, പ്രവേഗം, ത്വരണം. ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആദ്യത്തേത് നോക്കാം, ദൂരം. എന്താണ് ദൂരം എന്ന് വെച്ചാല് നമ്മൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അത്രയും ഇതിലുള്ള നീളമാണ്, മൊത്തം നീളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇങ്ങനെ യാത്ര ചെയ്യാണ്, എയിൽ നിന്നും സിയിലോട്ട് യാത്ര ചെയ്യാണ് ബി വഴി. അപ്പൊ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മൊത്തം നീളമാണ് എന്ത് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത്. അതായത് AB പ്ലസ് BC എന്ന് പറയുന്നതാണ് ദൂരം. ദൂരം എന്ന് പറയുന്നത് AB പ്ലസ് BC ആയിരിക്കും. അതായത് ഇത്രയും നീളം, മൊത്തം നീളമാണ് എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ നേർരേഖാ ദൂരം. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ നേർരേഖാ ദൂരം എന്ന് പറയുന്നതാണ് എന്ത്, സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഈ AC എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് നേർരേഖാ ദൂരവും, അതുപോലെ തന്നെ ദൂരം എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തം നീളം, അതായത് AB പ്ലസ് BC ആണ് ദൂരം എന്ന് പറയുന്നത്. ഇനി എന്താണ് വേഗത? വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. അതായത് യൂണിറ്റ് സമയത്തിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതിനാണ് വേഗത എന്ന് പറയുന്നത്. എന്താണ്, യൂണിറ്റ് സമയത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതിനെയാണ് വേഗത എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്? ദൂരം എന്ന് പറയുമ്പോൾ നീളമാണ്. അപ്പൊ നമ്മൾ എന്തിലാ കാൽക്കുലേറ്റ് ചെയ്യുക? മീറ്ററിലാണ്. സമയം എന്ന് പറയുന്നത് സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വേഗതയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് പ്രവേഗം. പ്രവേഗം എന്ന് പറയുമ്പോൾ വേഗത എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ദൂരം ബൈ സമയമാണെന്ന്. പ്രവേഗം എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സ്ഥാനാന്തരം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നേർരേഖ ദൂരം തന്നെയാണ്. അപ്പോൾ അത് മീറ്ററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബൈ സമയം എന്ന് പറയുമ്പോൾ സെക്കൻഡ്. അപ്പൊ പ്രവേഗത്തിന്റെയും വേഗതയുടെയും രണ്ടും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. രണ്ടിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇനി അടുത്തത് ത്വരണം. ത്വരണം എന്ന് പറയുമ്പോൾ പ്രവേഗം ബൈ സമയമാണ്. പ്രവേഗം ബൈ സമയം. ഇതിന്റെ യൂണിറ്റ് കണക്കാക്കുകയാണെങ്കിൽ പ്രവേഗത്തിന്റെ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവേഗത്തിന്റെ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഇവിടെ ഒരു സെക്കൻഡ്, സമയത്തിന്റെ വരുമ്പോ സെക്കൻഡ് വരും. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പ്രവേഗത്തിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ത്വരണം എന്ന് പറയുമ്പോൾ പ്രവേഗം ബൈ സമയമാണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് വരും. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദൂരം എന്താണ്? പിന്നെ സ്ഥാനാന്തരം, വേഗത, വേഗതയുടെ യൂണിറ്റ് എന്താണ്? വേഗത ദൂരം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം സ്ഥാനാന്തരം ബൈ സമയം, അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. പിന്നെ ത്വരണം എന്ന് പറയുമ്പോൾ പ്രവേഗം ബൈ സമയമാണ്. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ചലന നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് നമുക്കറിയാം ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അതിലെ ആദ്യത്തേത് ഒന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അസന്തുലിതമായ ബാഹ്യബലത്തിനു വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. ഇത് നമ്മൾ മുന്നേ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലേ? എന്താണ്? ജഡത്വം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ജഡത്വത്തിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു. അതായത് ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാം ചലന നിയമം പറയുന്നത് ജഡത്വത്തെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ജഡത്വം എന്ന് പറയുന്നതാണ് ഒന്നാം ചലന നിയമം. അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം ചലന നിയമം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്? ജഡത്വ നിയമം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ജഡത്വ നിയമം എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാം ചലന നിയമമാണ്. ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചലന നിയമമാണ്. എന്താണ് പറയുന്നത്? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ, അതായത് നമ്മൾ പുറത്തു നിന്നും ഒരു ബലം കൊടുക്കുന്നത് വരെ ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. അതാണ് ജഡത്വം പറയുന്നത്. അപ്പൊ ജഡത്വ നിയമം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഒന്നാം ചലന നിയമമാണ്. ഇനി അടുത്തത് രണ്ടാം ചലന നിയമമാണ്. രണ്ടാം ചലന നിയമം എന്താ പറയുന്നത്? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിന്റെ ദിശയിലും ആയിരിക്കും. അതായത് ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസം. എന്താണ് ആക്കം എന്ന് പറഞ്ഞാല്? നമ്മൾ ഒരു വസ്തുവിന് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിനുണ്ടാവുന്ന എന്താ പറയാ, അതിന്റെ ആഘാതമാണ് ആക്കം എന്ന് പറയുന്നത്. ഒരു വസ്തുവിലേക്ക് നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ആഘാതമാണ് എന്ന് പറയുന്നത്. ആ വസ്തു പോയിട്ട് നേരെ വേറൊരു വസ്തുവിൽ കൊണ്ട് ഇടിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതൊരു മറ്റൊരു വസ്തുവിൽ പോയിട്ട് നല്ല ആഘാതത്തിൽ പോയിട്ട് ഇടിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ആഘാതത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്കം എന്ന് പറയുന്നത്. അപ്പോ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന്, അതായത് നമ്മൾ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നു, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതിന്റെ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലും അതുപോലെ തന്നെ ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിന്റെ ദിശയിലുമായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ അതേ ദിശയിലും അതിന്റെ നേർ അനുപാതത്തിലും തന്നെയായിരിക്കും എന്ന് പറയുന്നത് ആക്ക വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആക്കം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഒരു വസ്തുവിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് നേരെ പോയി മറ്റൊരു വസ്തുവിന് ഉണ്ടാക്കുന്ന ആഘാതത്തെയാണ് എന്ന് പറയുന്നത് ആക്കം എന്ന് പറയുന്നത്. അപ്പൊ ആ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ അതേ ദിശയിലും ആയിരിക്കും. ഈ രണ്ട്
രണ്ടാം ചലന നിയമത്തിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് F=ma എന്ന് പറയുന്നത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? രണ്ടാം ചലന നിയമമാണ്. രണ്ടാം ചലന നിയമമാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ആക്ക വ്യത്യാസത്തിന് നേരെ അനുപാതത്തിലാണ്, അതേ ദിശയിലുമാണെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് F=ma എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, m മാസ് അല്ലെങ്കിൽ പിണ്ഡം, a എന്ന് പറയുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത്. അപ്പോ F=ma എന്ന് പറയുന്നത് ഏത് ചലന നിയമമാണെന്ന് ചോദിച്ചാൽ എന്താണ്? രണ്ടാം ചലന നിയമം ആണ്. ഇനി അടുത്തത് മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാ പറയാന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ബലം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു പ്രതിപ്രവർത്തനം കൂടിയിട്ട് നടക്കും. അതായത് ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷനും കൂടെ നടക്കും. അതാണ് എന്ത് പറയുന്നത്? മൂന്നാം ചലന നിയമം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് തോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വെടിവെക്കുമ്പോ ബുള്ളറ്റ് ആ ദിശയിലോട്ടാണ് പോകുന്നത്, നേരെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തോക്ക് ഒന്ന് പിന്നോട്ട് വലിയും. അതാണ് മൂന്നാം ചലന നിയമത്തിന് എക്സാമ്പിൾ. വെടിവെക്കുന്ന സമയത്ത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ടാണ്, അതിന്റെ ആക്ഷൻ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ബാക്കിലോട്ട് ഒരു റിയാക്ഷൻ, അതായത് തോക്ക് ബാക്കിലേക്ക് ഒന്ന് വലിയുന്നത്, അത് മൂന്നാം ചലന നിയമത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചലനത്തെക്കുറിച്ചും ചലന നിയമങ്ങളെ കുറിച്ചും പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.